الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുവർത്തിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. രണ്ട് രൂപത്തിലുള്ള അറിവുകൾ മനുഷ്യർക്ക് ലഭിക്കാറുണ്ട്. ഒന്ന്, ഒരു കാര്യത്തെക്കുറിച്ചുള്ള കേവലമായ അറിവാണ്. മറ്റൊന്ന്, ഒരു കാര്യത്തെക്കുറിച്ചുള്ള ദൃഢമായ ബോധ്യവും അറിവുമാണ്. കേവലമായ അറിവിന് ഒരു പരാജയമുണ്ട്. അത് പ്രയോഗതലത്തിൽ ഉണ്ടാവുകയില്ല. എന്നാൽ ദൃഢമായി ബോധ്യപ്പെട്ട അറിവ് അത് അയാളുടെ ജീവിതത്തിൽ പ്രയോഗത്തിൽ ഉണ്ടാകും എന്നതാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഈ വിഷയം പെട്ടെന്ന് മനസ്സിലാവും. അമിതമായ ആഹാരം രോഗമുണ്ടാക്കും എന്നത് ഒരു കേവലമായ അറിവാണ്. മധുരം കഴിച്ചാൽ ഷുഗർ വരും. അമിതമായി ഉപ്പ് ഉപയോഗിച്ചാൽ അവന്റെ ജീവിതത്തിൽ പ്രഷർ വർദ്ധിക്കും. കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ധാരാളമായി കഴിച്ചാൽ കൊളസ്ട്രോളിന് അടിമയാകും. ഈ അറിവുകളൊക്കെ എല്ലാ മനുഷ്യരുടെ കയ്യിലും ഉണ്ട്, എല്ലാവർക്കും അറിയാം. പക്ഷെ ആളുകൾ മഹാഭൂരിപക്ഷം ഇത് ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഒരു അസ്വസ്ഥത വന്ന്, ഒരു പ്രയാസം വന്ന് ഡോക്ടറെ കണ്ട് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഇത്ര കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്, ഇങ്ങനെ തുടങ്ങിയ ഒരു ലിസ്റ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ നമ്മുടെ അറിവ് കേവല അറിവിൽ നിന്ന് ദൃഢമായി മാറുന്നത് കാണുവാൻ പറ്റും. അവന്റെ ഭക്ഷണത്തിൽ നിയന്ത്രണം വരും. അവൻ വളരെ ശ്രദ്ധിച്ചായിരിക്കും പിന്നീട് കാര്യങ്ങൾ ചെയ്യാം. ആ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു പ്രശ്നമുണ്ട്, ഇതിന് പരിഹാരം കാണേണ്ടതുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് ഈ മനുഷ്യൻ എത്തുന്നത്. ഇതൊരു മനുഷ്യ പ്രകൃതമാണ്. സഹോദരങ്ങളെ, ഈ ഒരു ഉദാഹരണം ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്.
ചെറുപ്പം മുതൽ, വളരെ ചെറുപ്പം മുതൽ, നമ്മുടെ മദ്രസ ജീവിതകാലം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ അറിവുകളുണ്ട്. 5 നേരം നമസ്കരിക്കണം, അതുപോലെ പരലോകം യാഥാർത്ഥ്യമാണ്, അത് സംഭവിക്കും, അള്ളാഹു ഉണ്ട്, അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, അള്ളാഹു എല്ലാം രേഖപ്പെടുത്തുന്നു, നിന്റെ സമ്പത്ത് ഹലാലായിരിക്കണം, സമ്പത്തിൽ ഹറാമ് പാടില്ല, നീ ജീവിക്കുന്ന ചുറ്റുപാടുകളിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കണം, ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണം, മാതാപിതാക്കളെ ശ്രദ്ധിക്കണം, പകയും വിദ്വേഷവും വെറുപ്പും ഒന്നും പാടില്ല. ഇത് കേവലമായ അറിവാണ്. ഈ അറിവ് നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതൊരു ദൃഢമായ അറിവായി അത് ജീവിതത്തിന്റെ പ്രവർത്തന മേഖലയിലേക്ക് മഹാഭൂരിപക്ഷം വരുന്ന നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ പരലോകത്തെ ബാധിക്കും എന്ന വിവരവും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ദൃഢമായ ഒരു ബോധ്യം വരാത്തത് കൊണ്ട് നമ്മൾ അശ്രദ്ധാലുക്കളാണ്, ശ്രദ്ധയില്ലാത്തവരാണ്. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു ദൃഢമായ ബോധ്യം വരാൻ എന്താണ് ഒരു പരിഹാരമുള്ളത്? ജീവിതത്തിൽ ചില ബോധ്യങ്ങൾ വരാൻ ഡോക്ടറുടെ റിസൾട്ട് വരെ നമ്മൾ കാത്തിരുന്നു, എന്നിട്ട് നമുക്ക് സമയം ലഭിച്ചു. എന്നാൽ പരലോകം ദൃഢമായി ബോധ്യപ്പെടുന്ന ഒരു സമയമുണ്ട്. പക്ഷേ അതിനുവേണ്ടി പിന്നീട് ഒരുങ്ങാൻ നമുക്ക് സമയമില്ല. മനസ്സിനെ ബോധ്യപ്പെടുത്തുക മാത്രമാണ് മരണത്തിന് മുൻപ് ഏക പോംവഴി. ഇവിടെയും ഒരു പ്രശ്നം നമ്മെ അലട്ടുന്നുണ്ട്. മരണം, പരലോകം, അന്ത്യദിനം, വിചാരണ, ഇതൊക്കെ എത്രയോ ദൂരെയാണ് എന്നതാണ് മനസ്സ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൂരെയുള്ള വിഷയത്തിന് ഇപ്പോൾ തന്നെ ഒരുങ്ങേണ്ടതുണ്ടോ എന്നാണ് ഏതൊരാളും അലസമായി ചിന്തിക്കുന്നത്. വിശ്വാസികളെ, യഥാർത്ഥത്തിൽ നമ്മുടെ മരണം തന്നെയാണ് നമ്മുടെ പരലോകം. നമ്മൾ മരിക്കുന്ന മരണം ഉറപ്പായ ആ നിമിഷത്തിൽ പരലോകമുണ്ട് എന്ന് 100% നമുക്ക് ബോധ്യപ്പെടും. അന്നുവരെ കാണാത്ത റഹ്മാനായ റബ്ബിന്റെ മലക്കുകൾ തന്റെ ചുറ്റും വന്നിരിക്കുന്നത് അവൻ കാണും. ഇനി എന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല എന്നും ഞാൻ തുടർച്ചയുള്ളൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നും അവന് ബോധ്യപ്പെടും. അതുകൊണ്ട് മരണത്തിന് മുൻപ് മരണമാണ് എന്റെ ജീവിതത്തിന്റെ പരലോകത്തിന്റെ തുടക്കമെന്നും മരണമാണ് എന്റെ വിചാരണയുടെ ആദ്യമെന്നും മരണമാണ് എന്റെ റഹ്മാനായ റബ്ബിനെ നേരിൽ കാണുവാനുള്ള തീയതി എന്നും ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ വിശ്വാസികളെ, ജീവിതത്തിൽ നമുക്ക് ചില നേട്ടങ്ങൾ ദൃഢമായ ബോധ്യത്തോടു കൂടി ചെയ്യാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പറയാം, കുല്ലക്കും മീആദു യൗമിൻ, നബിയെ പറയുക, നിങ്ങൾക്കൊരു നിശ്ചിത ദിവസമുണ്ട്. മീആദു യൗമിൻ, ഒരു നിശ്ചിതമായ ദിവസം. അതെല്ലാവർക്കും 60 ആണോ 70 ആണോ? അല്ല. ഗർഭസ്ഥ ശിശു മരിക്കുന്നുണ്ട്, അതിനുശേഷം ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന നിമിഷാർദ്ധത്തിൽ മരിക്കുന്നുണ്ട്. അവിടുന്ന് അങ്ങ് മരണത്തിന്റെ റേഷ്യോ അത് എല്ലാ ഘട്ടങ്ങളിലും സംഭവിക്കുന്നതാണ് എന്ന് മനുഷ്യനെ എത്ര ശാസ്ത്രം പുരോഗമിച്ചാലും ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. റഹ്മാനായ റബ്ബ് പറഞ്ഞു, കുല്ലക്കും, നിങ്ങൾക്കുണ്ട് മീആദു യൗം, ഒരു നിർണിതമായ ദിവസം. ലാ തസ്തഖിറൂന അൻഹു സഅതൻ വലാ തസ്തഖ്ദിമൂൻ, അത് വിട്ട് ഒരു നിമിഷം പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനോ പിന്നോട്ട് പോകുവാനോ സാധ്യമാവുകയില്ല. ലിക്കുല്ലി ഉമ്മത്തിൻ അജലുൻ, ഓരോ സമുദായത്തിനും അല്ലാഹു അജൽ വെച്ചിട്ടുണ്ട്. ഇദാ ജാഅ അജലുഹും, അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ ഫലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നാഴിക പോലും അവർക്ക് വൈകിക്കുവാനോ അല്ലെങ്കിൽ മുന്തിക്കുവാനോ അവർക്ക് സാധിക്കുകയില്ല. എത്ര ഗൗരവത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് സംഭവിക്കും എന്ന ഒരു അറിവിന് മാത്രമേ ദൃഢമായ ബോധ്യത്തോടു കൂടി കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ.
അല്ലെ? പെട്ടെന്ന് സംഭവിക്കും എന്നതിന് എത്രയെത്ര അനുഭവങ്ങളുണ്ട് സഹോദരങ്ങളെ. സുനാമി കണ്ടവരാണ്, അതിന്റെ വീഡിയോ കണ്ട് നെട്ടിയവരാണ്, അല്ലെ? മറന്നിട്ടില്ലല്ലോ. കടൽക്കരയിൽ നോക്കി നിൽക്കുകയാണ്. ആ തൊട്ടടുത്ത സെക്കൻഡ് എന്റെയും നാടിന്റെയും സമ്പൂർണ്ണ നാശമാണെന്ന് ആ 10,000-കണക്കിന് മനുഷ്യർ മനസ്സിലാക്കിയില്ല. തന്റെ ഓഫീസിൽ നിന്ന് ഫയൽ മടക്കി ഇറങ്ങാൻ ശ്രമിച്ചവരുണ്ടായിരുന്നു, സാധിച്ചില്ല, അല്ലെ? ആ സെക്കൻഡുകൾ കൊണ്ട് ദുരന്തങ്ങളും ദുരിതങ്ങളും കടന്നു വരുന്നത് കൺമുന്നിലുണ്ടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക, വമാ അംറുസ് സാഅ, വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കണം, ഇല്ലാ കലംഹിൽ ബസർ, അത് കണ്ണ് ഇമ വെട്ടുന്നത് പോലെ മാത്രമാകുന്നു. കലംഹിൽ ബസർ, അത് കണ്ണ് ഇമ വെട്ടുന്നത് പോലെ സംഭവിക്കും, ഒരു സംശയവും വേണ്ട. ഔ ഹുവ അഖ്റബ്, അതിനേക്കാൾ വേഗതയോട് കൂടി. ലംഹുൽ ബസർ എന്ന് പറഞ്ഞ കണ്ണൊന്ന് അടച്ചു തുറക്കണീനാ. ഞാനും നിങ്ങളൊന്ന് നേരം വെളുത്തിട്ട് എത്ര പ്രാവശ്യം അടക്കും തുറക്കും ചെയ്തു. അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? അതുപോലെയാകുന്നു. അല്ല, ഔ ഹുവ അഖ്റബ്, അതിനേക്കാൾ വേഗതയോട് കൂടി ഖിയാമത്ത് നാൾ സംഭവിക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. അപ്പോ ഖിയാമത്ത് നാൾ കുറെ വൈകിട്ടാണ് എന്ന് വിചാരിച്ച് പരലോകത്തെ കുറിച്ചുള്ള ബോധ്യം മറന്ന് നമുക്ക് ജീവിച്ചുകൂടാ. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഖിയാമത്ത് നാളിന്റെ ഭീകരത അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അങ്ങനെ പറഞ്ഞു തരുന്ന ഓർത്തെടുത്താൽ നമുക്ക് കിട്ടിയ ഈ കേവല അറിവുണ്ടല്ലോ, നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, സത്യസന്ധരാവണം, ഹലാല് ഹറാം, ഇതൊന്നും പ്രാക്ടിക്കൽ അല്ലല്ലോ. ഇപ്പോ അതൊക്കെ പ്രാക്ടിക്കൽ ആവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറയാം, അള്ളാഹു ഖിയാമത്ത് നാളിന് അന്ത്യദിനത്തെ കുറിച്ച് പറഞ്ഞ പേരുകളുണ്ട് ഖുർആനിൽ. അത് മാത്രം ഒന്ന് എണ്ണി പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞാൽ തന്നെ അതിന് ഗൗരവം നമുക്ക് മനസ്സിലാകും. ഒന്നല്ല പറഞ്ഞു യൗമുൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനം. അതെ, മരിച്ചിട്ട് മടങ്ങല്ല, മരിച്ചിട്ട് എഴുന്നേൽക്കുന്ന ദിനം. യൗമുൽ ആഖിർ, അത് അന്ത്യമാണ്, ഈ ദുനിയാവിന്റെ അന്ത്യമാണ്, ഖിയാമത്തിന്റെ തുടക്കമാണ്. യൗമുസ് സഅ, അത് അവസാന സമയമാണ്, ഒരു മനുഷ്യന് നന്നാവാനുള്ള അവസാന സമയം. യൗമുൽ ഖുറൂജ്, അല്ലാഹ് പറയാ, പുറപ്പെട്ടു വരുന്ന ദിവസം. പുറപ്പെട്ട് ഒരുങ്ങിയവൻ വരും, പിന്തിരിഞ്ഞു നിൽക്കാൻ പറ്റൂല. ഖബറിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് മുന്നോട്ട് മാത്രം, നാട്ടക്കുറ്റിയിലേക്ക് ഓടുന്നത് പോലെ മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കും അള്ളാഹുവിന്റെ സവിധത്തിലേക്ക്. യൗമുൽ ഖുറൂജ്, അത് പുറപ്പെട്ടു വരുന്ന ദിവസമാണ്. യൗമുൽ ഫസ്ൽ, ഇത്രയും കാലം തീരുമാനമായില്ലെന്നല്ലേ, തീരുമാനമാകുന്ന ദിവസമാണ്. നിന്റെ കണക്ക് നോക്കുന്ന ദിവസമാണ്. തല മണ്ണിൽ വെക്കുന്നത് വരെയുള്ളൂ കാര്യങ്ങളുടെ തീരുമാനം. അണക്ക് മാറ്റാനും മറിക്കാനും അതുവരെ പറ്റും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. യൗമുൽ ഫസ്ൽ, അത് തീരുമാനത്തിന്റെ ദിനമാണ്. യൗമുൽ ഹശ്ർ, നന്മയിൽ ജീവിക്കാത്തവന്റെ നഷ്ടത്തിന്റെ ദിവസമാണ്. യൗമുൽ ഹശ്ർ, ജീവിതം പ്രയോജനപ്പെടുത്താത്തതിന്റെ ദുരന്തം നിറഞ്ഞ കൊടും ഖേദത്തിന്റെ ദിനമാണ്. യൗമുൽ ഹശ്ർ ആണത് എന്ന് റഹ്മാനായ റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുക. നോക്കൂ നിങ്ങൾ, അല്ലാഹു പറഞ്ഞു യൗമുൽ ഹിസാബ്, മനുഷ്യ നിന്റെ കണക്ക് നോക്കുന്ന ദിവസമാണ്. നിന്റെ കടയിൽ ഓഡിറ്റ് നോക്കാൻ, ആ ഓഡിറ്റർ വെച്ച് നീ എടുത്ത ദിവസങ്ങളും മാസങ്ങളും ഒന്ന് നോക്ക്. നിന്റെ കടയിലെ കണക്ക് നോക്കാനാണ് ഇത്ര എടുത്തതെങ്കിൽ യൗമുൽ ഹിസാബ്, നീ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നിന്റെ കണക്ക് നോക്കുന്ന ദിവസമാണ്. യൗമുത്തനാദ്, അറ്റം കാണാതെ നിലവിളിച്ച് ആർത്ത് വിളിച്ച് കരയുന്ന ദിവസമാണത്. പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലല്ലോ, എന്റെ ജീവിതം കഴിഞ്ഞു പോയല്ലോ, ഇനി ഒരു അറ്റമില്ലല്ലോ, ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് യൗമുത്തനാദ്, മനുഷ്യൻ ആർത്താർത്ത് നിലവിളിച്ച് കരയുന്ന ദിനമാണ്. റഹ്മാനായ റബ്ബ് പറഞ്ഞതാ ഇതൊക്കെ സംഭവിക്കും. ഖിയാമത്ത് നാളിനെ ഖുർആൻ അങ്ങനെ എണ്ണി പറഞ്ഞത് മനസ്സിലേക്ക് വന്നിട്ടുണ്ടല്ലോ. തീർച്ചയായും ജീവിതം തന്നെ മാറും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഖിയാമത്ത് നാള് സംഭവിക്കുമ്പോ ഈ പ്രപഞ്ചത്തിന് എന്തൊക്കെ മാറ്റം വരുന്ന് റഹ്മാനായ റബ്ബ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനെന്തൊക്കെ അനുഭവങ്ങളുണ്ട്. അള്ളാഹ് പറഞ്ഞു, ഭൂമി അത് കുലുങ്ങുന്ന, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി അതിന്റെ ഭയങ്കരമായ പ്രകമ്പനം കൊണ്ടാൽ, അല്ലേ, ഒരു ചെറിയ ഭൂമി കുലുക്കം സ്കെയിലില് 8, 9 ഒക്കെ രേഖപ്പെടുത്തുമ്പോഴേക്കന്നെ ഒരു നാടങ്ങിട്ടില്ലാതെ. അള്ളാഹ് പറഞ്ഞു, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ,
ഭൂമിക്കൊരു പ്രകമ്പനമുണ്ട്. ആ പ്രകമ്പനം അങ്ങ് ഉണ്ടാൽ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരങ്ങൾ മുഴുവൻ പുറന്തള്ളും. ആ ഭൂമിക്കകത്തേക്ക് എണ്ണി അടുക്കി വെച്ചിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യർ സകലമാനം മുഴുവനും അവർ ഒന്നിച്ചങ്ങ് പുറത്തേക്ക് വരും. അതിന്റെ എല്ലാ ഭാരങ്ങളും ഭൂമി അങ്ങ് പുറത്തേക്ക് കൊണ്ടുവരും. റഹ്മാനായ റബ്ബ് പറഞ്ഞു, ഭൂമി വിറകൊള്ളും. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ഭൂമി കിടികിടാ വിറപ്പിക്കപ്പെടും. വബുസ്സത്തിൽ ജിബാൽ ബസ്സാ, പർവ്വതങ്ങൾ ഇടിച്ച് പൊടിയാക്കപ്പെടും. അല്ലാഹു പറഞ്ഞതാണ്. ഇതിന്റെ സാമ്പിളുകൾ പലപ്പോഴും നമ്മെ കൊണ്ട് അല്ലാഹു കാണിച്ചു തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമോ? അതല്ല പറഞ്ഞ മനുഷ്യ, നീ ഘട്ടം ഘട്ടമായിട്ട് കയറിപ്പോകുകയുള്ളൂ, ഇറങ്ങിപ്പോരാൻ എനിക്ക് പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഈ ഭൂമിയെ അല്ലാഹു നീട്ടപ്പെടും, ഭൂമി കാലിയാക്കും. വഇദൽ അർളു മുദ്ദത്, ഭൂമി അങ്ങ് നീട്ടി പരത്തപ്പെടും. വഅൽഖത് മാ ഫീഹാ വതഖല്ലത്, അതിലുള്ളത് അത് പുറത്തേക്കിടുകയും ഭൂമി അങ്ങ് പൂർണ്ണമായി കാലിയാവുകയും ചെയ്യും എന്നാണ്. ഭൂമിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞേ. ഈ ഭൂമി പുറത്ത് സുന്ദരമായ പർവ്വതങ്ങൾ അല്ലാഹു നാട്ടിവെച്ചിട്ടുണ്ട്. എത്ര ഘനഗംഭീരമായാണ് അവരുടെ നൃത്തം അല്ലേ, എന്തൊരു ഭംഗിയാണ് അവക്ക്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നീ കാണുന്ന ഈ പർവ്വതം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത് മേഘം പോലെ ചലിച്ചുകൊണ്ടിരിക്കും, അത് പറന്നുകൊണ്ടിരിക്കും. വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ, പർവ്വതങ്ങളെ നീ കാണുമ്പോ അത് ഉറച്ചു നിൽക്കുന്നതാണ് എന്ന് നീ ധരിച്ചു പോകും. പക്ഷേ വഹിയ തമുറു മർറസ്സഹാബ്, അത് മേഘം കണക്കെ ചലിച്ചു പോകുന്നതാണ്. പിടുത്തങ്ങിടും അല്ല, ഉറപ്പിച്ചു നിർത്തിയെന്ന് തോന്നണക്ക്, പക്ഷേ മേഘം കണക്കെ അത് ചലിക്കുന്നതാണ് എന്നങ്ങ് പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞു കേട്ടോ, അല്ലാഹ് കടഞ്ഞ രോമം പോലെയായിത്തീരും. വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂസ്, കടഞ്ഞ ആട്ടിൻ രോമം പോലെ കനമില്ലാതെ പാറിങ്ങനെ നടക്കും. വബുസ്സത്തിൽ ജിബാലു ബസ്സാ, ആ പർവ്വതങ്ങൾ ഇടിച്ച് പൊടിയാക്കപ്പെടും. ഇത് സംഭവിക്കുമെന്ന് അല്ലാഹ് പറഞ്ഞു. പർവ്വതങ്ങളെ സഞ്ചരിപ്പിക്കും, എന്നിട്ട് ഈ പ്രപഞ്ചമാകെ മരീചിക പോലെയാകും. വസുയ്യിറത്തിൽ ജിബാൽ, പർവ്വതങ്ങൾ സഞ്ചരിക്കപ്പെടുകയും ഫകാനത്ത് സറാബ, അവ മരീചിക പോലെ ആയിത്തീരുകയും ചെയ്താൽ പിന്നെന്താ സംഭവിക്കുക? ഇവിടെ നമ്മള് സമുദ്രത്തെ കാണുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയാം, സമുദ്രത്തിന് എന്തൊക്കെ മാറ്റം ഉണ്ടാവും? അത് ആളി കത്തിക്കപ്പെടും എന്നാണ്. വഇദൽ ബിഹാറു സുജ്ജിറത്, സമുദ്രം ആളി കത്തും അല്ലെ. സമുദ്രശാസ്ത്രം പഠിക്കുന്നവർക്കറിയാം അതിന്റെ ഓരോ ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ. നോക്കൂ നിങ്ങൾ, ഖുർആൻ പറഞ്ഞു സമുദ്രം പൊട്ടി ഒഴുക്കപ്പെടും അല്ലെ. കുറഞ്ഞ കരയെ നമുക്കുള്ളൂ. അല്ലാഹ് പറയാം, ആ സമുദ്രം അതിന്റെ അതിർത്തികൾ ഭേദിക്കപ്പെടും. വഇദൽ ബിഹാറു ഫുജ്ജിറത്, സമുദ്രം അത് പൊട്ടി ഒഴുക്കപ്പെട്ടാൽ പിന്നെന്താ അവിടെ ഉണ്ടാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അപ്പൊ മനുഷ്യരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഹങ്കാരത്തോടു കൂടി നീയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നടന്ന് പിന്നെ നിന്നെല്ലാവരും കൂടി മടക്കി വെച്ച ആ ഖബറുണ്ടല്ലോ, അതിനെന്താ സംഭവിക്കുക? വരൂലെന്നല്ലേ നീ വിചാരിക്കുന്നത്? അല്ലാഹ് പറയാ, ആ ഖബറുകൾ ഇളക്കി മറിയപ്പെടും. വഇദൽ ഖുബൂർ ബുഅ്സിറത്, വഇദൽ ഖുബൂർ ബുഅ്സിറത്, ഖബറുകൾ ഇളക്കി മറിക്കപ്പെടും. ആ ഖബറുകളിലുള്ള മുഴുവൻ എല്ലാ മനുഷ്യരും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എഴുന്നേറ്റ് നഗ്നരായി നഫ്സി നഫ്സി നഫ്സിയാ എന്ന് പറഞ്ഞ് ഓടി ഓടി അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരും. അവിടെ പ്രതീക്ഷയുള്ളവനുണ്ട്, നിരാശയുള്ളവനുണ്ട്, ആർത്തലച്ച് കരയുന്നവനുണ്ട്. അതാണ് മനുഷ്യ നിനക്ക് വരാനുള്ളത്. ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഘട്ടം ലതർക്കബുന്ന, വിശുദ്ധ ഖുർആന്റെ പ്രയോഗ, നീ കയറുമെന്ന. ലതർക്കബുന്ന, നീ കയറും. സംശയിക്കണ്ട, പിന്തിരിഞ്ഞ് നടക്കാൻ പറ്റൂല. എന്തേ കൂട്ടരെ നമുക്ക് പേടിയാകുന്നു? അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞതാ, ഇതൊക്കെ നശിപ്പിക്കാൻ, ഇതൊക്കെ സുന്ദരമായി സൃഷ്ടിച്ച അള്ളാഹുവിനെ ഓരോ ഘട്ടവും മാറ്റാൻ പറ്റുമെന്ന്. എന്തേ വന്യമൃഗങ്ങൾക്ക് സംഭവിക്കുക? ഖുർആൻ പറഞ്ഞില്ലേ, പരസ്പരം കടിച്ച് ഭക്ഷണമാക്കിയ ആളുകള് പേടിച്ച് അവരെന്ത് ചെയ്യുന്നറിയോ? ഒന്നിച്ചു നിൽക്കുന്നതാണ്. വഇദൽ വുഹൂശു ഉഹിശറത്ത്, വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ആർക്കും ആരും വേണ്ടി വരില്ല, അവർ പോലും പേടിച്ചു പോകുമെന്നാണ് അല്ലെ. ആകാശത്തേക്ക് നോക്കിക്കിടക്കുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ആകാശത്തിന് എന്താ സംഭവിക്കുക? 4 കാര്യങ്ങൾ ആകാശത്തിന് ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്നാണ്
അള്ളാഹു പറഞ്ഞു വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ. വഫുതിഹത്തിസ് സമാ, ആകാശം തുറക്കപ്പെടുമെന്ന്. ആകാശം തുറക്കപ്പെടും, പല കവാടങ്ങളായി അത് തീരുകയും ചെയ്യുന്ന. അള്ളാഹ് പറഞ്ഞെന്താ? സബ്അ സമാവാത്, 7 ആകാശങ്ങളുണ്ട് എന്ന്. ഒന്നുകൂടി അള്ളാഹ് പറഞ്ഞു ആകാശം പിളരുമെന്ന്. ഇത് സമാഉൻ ശഖ്ഖത്, ആകാശം പിളരുമ്പോൾ. മനസ്സ് കാണണ്ടേ ഇതൊക്കെ? റഹ്മാനായ റബ്ബ് പറഞ്ഞു അന്ന് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും. വഇദ ശംസുൻ ഫതറത് വഇദ സമാഉൻ ഫതറത്, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ. വഇദൽ കവാകിബുൻ തസറത്, ആ ആകാശത്തു നിന്ന് ഗോളങ്ങൾ കൊഴിഞ്ഞു വീഴപ്പെടുമ്പോൾ. വഇദൻ നുജൂമുൻ കദറത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ. ഇതൊക്കെ സംഭവിക്കും അല്ലേ? ഗോളശാസ്ത്രവും സൂര്യനെ കുറിച്ച് പ്രത്യേകം പഠിച്ച ആളുകൾ ഇപ്പം എന്തേ പറഞ്ഞത്? ഹീലിയം വാതകം കഴിയുമെന്ന്. കുറച്ചു കാലത്തിന് കത്താനുള്ളൂ. പിന്നെന്ത് സംഭവിക്കും? ഇരുട്ട് സംഭവിക്കും. അല്ല, എല്ലാം തകർന്നു വീഴുമെന്ന്. അത് സയൻസിന്റെ പുസ്തകത്തില് വായിക്കുമ്പോഴും മനസ്സിൽ എനിക്ക് തിരിച്ചു പോകണമെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടില്ലല്ലോ. അതാ പറഞ്ഞത്, കേവലമായ കുറെ അറിവുകൾ നമുക്കുണ്ട്, പക്ഷേ ദൃഢബോധ്യത്തോടു കൂടി ബോധിക്കാൻ പറ്റുന്നില്ല, മനസ്സിനെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. നോക്കൂ നിങ്ങൾ, സൂര്യനെ കുറിച്ച് 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹ് പറയാ ആ ഖിയാമത്ത് നാൾ സംഭവിക്കും. ഇദ ശംസു കുവ്വിറത്, ആ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ ചുറ്റിപ്പൊതിയപ്പെടും, പ്രകാശം കെട്ടുപോകും. അത്രമാത്രം ഗുരുതരമായൊരു ദിനത്തെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അല്ലേ? എന്നിട്ടും നമ്മൾ ഇങ്ങനെ പോവുക. ആ ഒരു നിമിഷത്തിലെ മനുഷ്യൻ ബാക്കിയാകുമ്പോ പേടിച്ചു പോകും. നമ്മളോ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ ദുനിയാവിൽ മരണമെന്ന കവാടവും കടന്നു പോകും. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഈ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, ഇത് ഖുർആൻ കഥ പറഞ്ഞതല്ല. ആകാശത്തിനും ഭൂമിക്കും മനുഷ്യർക്കും ജന്തുജാലങ്ങൾക്കും ഈ സംഭവിക്കുന്ന മാറ്റങ്ങൾ അള്ളാഹ് കഥ പറഞ്ഞതല്ല, ബോധ്യപ്പെടും. കാരണം എന്താ അറിയോ? അവൻ ഇങ്ങനെ നോക്കി കിടക്കുക. ആരെയാ നോക്കണേ? ചുറ്റും നിൽക്കണേ ഭാര്യയെയോ ഭർത്താവിനെയോ മക്കളെയൊന്നുമല്ല, അതൊന്നും കാണൂല. കാരണം അതിനപ്പുറത്തൊരു ലോകത്തിന്റെ കാഴ്ച അള്ളാഹുവിന് കാണിച്ചു കൊടുക്കും. അവന്റെ സമയത്തെ കാത്ത് മലക്കുകൾ ചുറ്റുമുണ്ടാകും. സന്തോഷിക്കുന്ന മലക്കുകളുണ്ട്, സലാം പറഞ്ഞ് സമാശ്വസിപ്പിച്ച് സ്വർഗ കവാടത്തിലേക്ക് ക്ഷണിച്ച് സ്വർഗത്തിന്റെ സുഗന്ധം കൊണ്ട് നമ്മെ കാത്തിരിക്കുന്ന മലക്കുകളുണ്ടാവും. അല്ല, ചിലപ്പോ ജീവിതത്തെ ഒന്ന് വിലക്കെടുക്കാതെ എന്ന് തള്ളിവിട്ടവനുണ്ടല്ലോ, അവന് ചുറ്റും കരിമ്പടം പുതച്ച് അതിഭീകരന്മാരായി ആയുധധാരികളായി അവനെ പേടിപ്പിച്ചു, അവനെ അടിച്ചും അവനെ വേദനിപ്പിച്ചും അവനെ മരിപ്പിക്കാൻ, മരണത്തെ റൂഹിനെ ഊരിയെടുക്കാൻ കാത്തിരിക്കുന്ന മലക്കുകൾ ഉണ്ടാവും. ആ കാഴ്ച അവിടെ ബോധ്യപ്പെടും. അപ്പോനെ സൂറത്തുൽ അഅലയിലെ ആയത്ത് ഇങ്ങനെ ഓർമ്മപ്പെടും, വൽ ആഖിറത്തു ഖൈറും വഅബ്ഖ, ആഖിറ പരലോകം ഖൈർ എത്ര ഉത്തമമാണ്, വഅബ്ഖ അതെന്നും അവശേഷിക്കുന്നതാണ്. അതും ബോധ്യപ്പെടും. പക്ഷേ തിരിച്ചു നടക്കാൻ പറ്റില്ലല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ മായാലോകത്തിന്റെ ഈ വെളിച്ചത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഇരുണ്ടൊരു യുഗത്തിലേക്ക് യാത്ര ചെയ്യാൻ അത് നരകമാണെങ്കിൽ കൂരാക്കൂരിരുട്ടും അതിവേദനാജനകവുമാണ് എന്ന് ബോധ്യപ്പെടാൻ ഈ തെളിവുകൾ മാത്രം മതി. അതുകൊണ്ട് ജീവിതത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഈ കടന്നു പോകുന്ന ഈ നിമിഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ജീവിതം എന്തിനു വേണ്ടിയാണ് എന്ന് സ്വയം ബോധ്യപ്പെടുകയും കർമ്മ നിരതരാവുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഖിയാമത്ത് നാള് സംഭവിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലും അഖില വസ്തുക്കൾക്കും സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തതയോടുകൂടി നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഈ ഭൂമി ലോകത്തിന്റെ കേന്ദ്ര ബിന്ദു ആരാ? യഥാർത്ഥത്തിൽ മനുഷ്യനാണ്. മനുഷ്യനാണ് ഇതിനെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നത്.
മനുഷ്യനാണ് ഇതിലെ എല്ലാ നന്മയുടെയും തിന്മയുടെയും അവകാശി. അപ്പോൾ ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹജ്ജിലെ 2-ാമത്തെ ആയത്തിൽ പറയാം, അവന് സ്വബോധം നഷ്ടപ്പെടുമെന്ന്. സ്വബോധം നഷ്ടപ്പെട്ട് സ്വന്തത്തിലേക്ക് അവൻ ചുരുങ്ങുമെന്ന്. എനിക്കെന്ത് സംഭവിച്ചു? പേടിയോടുകൂടി അവൻ ഓർക്കുമെന്ന്. അവന്റെ രക്ഷയെക്കുറിച്ച്, അവന്റെ ശിക്ഷയെക്കുറിച്ച് സ്വയം അവനെ ബോധ്യപ്പെട്ട് സ്വന്തത്തിലേക്ക് അവൻ തിരിഞ്ഞു നിൽക്കുമെന്ന്. അല്ലാതെ എങ്ങനെ പറഞ്ഞു നിങ്ങളെ? ഏറ്റവും കൂടുതൽ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് മാതാവാണ്. അത് ഏറ്റവും കൂടുതൽ സ്നേഹം ലഭിക്കുക ആ കുട്ടിക്ക് മുല കൊടുക്കുമ്പോഴാണ്. ചേർത്ത് പിടിക്കും. ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോ കുഞ്ഞിനെ ആ മാതാവ് വലിച്ചെറിയുമെന്ന്. തികയാതെ സ്ത്രീകൾ പ്രസവിച്ചു പോകുമെന്ന്. അത്ര ഭീകരമാണ് ആ ദിനം. ആ ദിനത്തെയാണ് ലാഘവത്തോടു കൂടി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. നിങ്ങളുടെ വാക്കും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ ജീവിതത്തിലെ സകലമായ സെക്കൻഡുകളും അല്ലാഹു ഇഷ്ടപ്പെടുന്നത് പോലെ ആയിരിക്കണം. കാരണം എന്താ അറിയോ? ഇന്ന സൽസലത സാഅത്തി ശൈഉൻ അദീം. ആ അന്ത്യസമയത്തെ പ്രകമ്പനമുണ്ടല്ലോ, അത് ഭയങ്കരമായ ഒരു കാര്യം തന്നെയാകും. അത് സഹിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അന്നെങ്ങാനും യൗമ തറൗനഹ, നിങ്ങൾ അത് കാണുന്ന ദിവസം, തദ്ഹലു കുല്ലു മുർളഅത്തിൻ അമ്മാ അർളഅത്, മുലയൂട്ടുന്ന മാതാവ് കുഞ്ഞിനെ പറ്റി അശ്രദ്ധമായി പോകുന്ന ദിനമാണ്. ഉമ്മാക്ക് കുട്ടിനെ വേണ്ട. വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ, ഗർഭത്തിലുള്ളത് സമയമാകുന്നതിന് മുമ്പ് സ്ത്രീകൾ പ്രസവിച്ചു പോകുന്ന ദിനമാണത്. വതറന്നാസ സുക്കാറ, മനുഷ്യരൊക്കെ മത്തന്മാരായി നിൽക്കുന്നത് നിനക്ക് കാണുവാൻ പറ്റും. വല്ലാത്ത ഭീതിയിൽ മനുഷ്യരൊക്കെ അന്താളിച്ച് ആർത്തു വിളിച്ചു നിൽക്കുന്നത് നിനക്ക് കാണുവാൻ പറ്റും. അല്ലാഹ് പറഞ്ഞു, വമാഹും ബിസുക്കാറ, അവർക്കൊരു മത്തും ബാധിച്ചിട്ടില്ല, അവരുടെ ബുദ്ധിക്കൊരു കുറവും സംഭവിച്ചിട്ടില്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷ ഇതാ എനിക്ക് വരാനിരിക്കുന്നു, എനിക്കിതാ ജീവിതത്തിന്റെ സർവനാശം സംഭവിച്ചിരിക്കുന്നു എന്ന ബോധ്യപ്പെടലിൽ സുക്കാറ, അവൻ ലഹരി ബാധിച്ചവനെ പോലെ മത്തനായി പോയതാണ് എന്ന് റഹ്മാനായ റബ്ബ് പറയാം. ഇത് കേൾക്കുമ്പോഴും ഇന്നെക്കുറിച്ചല്ല വേറെ ആരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എങ്കിൽ കേവലമായ അറിവിന്റെ ലോകത്താണ് സഹോദരങ്ങളെ ജീവിക്കുന്നത്. യഥാർത്ഥ ലോകത്തേക്ക്, ഈ മായാലോകത്തു നിന്ന് യഥാർത്ഥ ലോകത്തേക്ക് തിരിച്ചു വരാൻ നമുക്ക് പറ്റണം. അവിടെ 5 നേരത്തെ നമസ്കാരത്തെ കുറിച്ച് ബോധ്യമുണ്ടാകും. 114 സൂറത്തുകളുള്ള വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ബോധ്യമുണ്ടാകും. തനിക്ക് ലഭിച്ച സമ്പത്തിന്റെ സക്കാത്തിനെ കുറിച്ച്, കണക്ക് പറയുന്നതിനെ കുറിച്ച് ആർജവമുള്ള ധൈര്യമുള്ള ആളായി അവൻ മാറിയിട്ടുണ്ടാവും. അവന്റെ മാതാവും അവന്റെ പിതാവും അവന്റെ സ്വർഗമാണ് എന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ടാകും. അവന്റെ മക്കളും അവന്റെ ഭാര്യയുമാണ് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ തനിക്കുണ്ടാവേണ്ടത് എന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ടാകും. നാട്ടിലുള്ള സകലമാന തിന്മകളും ഈ സമൂഹത്തോടും ഈ നാടിനോടും ചെയ്യുന്നവരോട് അവന് വെറുപ്പും വിദ്വേഷവും അല്ല, അവയെല്ലാം എതിർക്കുവാനും അവിടെ നന്മ സ്ഥാപിക്കുവാനുമുള്ള ധൈര്യം അവനുണ്ടാകും. അവൻ ഒരിക്കലും ദുനിയാവിന്റെ വിഷയത്തിൽ സ്വന്തത്തിലേക്ക് ചുരുങ്ങില്ല. സമൂഹത്തിൽ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നാടിനു വേണ്ടി ജീവിക്കുന്നതോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കുതിപ്പായിരിക്കും അവന്റെ ജീവിതം. വിശ്വാസികളെ, നമ്മുടെ കുതിപ്പും കിതപ്പും ഈ ദുനിയാവിലെ 500ന്റെ കെട്ടുകൾക്ക് മുമ്പിലാണ്. ആധാരക്കെട്ടുകൾക്ക് സ്വപ്നം കാണുകയാണ്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോഴാണ് ഈ മാസ്മരിക ലോകത്തു നിന്ന് യഥാർത്ഥ ലോകത്തേക്കുള്ള യാത്രയിൽ എന്റെ കൂടെ വേണ്ടുന്ന സമ്പാദ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. മനുഷ്യരെ എന്നുള്ള വിളിച്ചില്ലേ, മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചില്ലേ, മുസ്ലിമീങ്ങളെ എന്ന് വിളിച്ചില്ലേ? തിരിച്ചുവരവിന് ഒരുങ്ങുവാൻ വേണ്ടിയാണ് ഈ ദിനത്തെക്കുറിച്ച് അള്ളാഹു ഇത്ര ഗൗരവത്തിൽ പറഞ്ഞത്. അത് കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവനെയാണ് റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുക. അവനാണ് ജന്നാത്തുൽ ഫിർദൗസ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ സ്വർഗം ലഭിക്കപ്പെടുന്നവരിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ജീവിതത്തെ വളരെ ഗൗരവത്തോടുകൂടി കണ്ട് നാളെയുടെ ലോകത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. കളിയുടെയും ചിരിയുടെയും തമാശയുടെയും സിനിമയുടെയും റീൽസിന്റെയും അങ്ങനെ തുടങ്ങിയുള്ള നൈമിഷികൾക്ക് പിന്നിൽ നിന്ന് മെല്ലെ മെല്ലെ മാറി ഖുർആനിനെ മുന്നിൽ വെച്ച് ഇബാദത്തുകളെ ചിട്ടപ്പെടുത്തി സത്യസന്ധനായി മുവഹിദായി തൗഹീദുള്ളവനായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആഖിറു കലാമ
അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് അള്ളാഹുവിന്റെ പവിത്രരായ മലക്കുകളെ കണ്ടുമുട്ടി സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ലൊരു മരണം റഹ്മാനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.